വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോവുകയാണ്. മിറക്കിൾ സംഭവിക്കാൻ പോവുകയാണ് ഞാൻ വിശ്വസിക്കുന്നു. സൂപ്പർ നാച്ചുറലായിട്ട് ചില കടബാധ്യതയിൽ നിന്ന് ചിലവരെ കർത്താവ് വിടുവിക്കാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ വചന സന്ദേശത്തിലൂടെ വലിയ ആത്മീക ഉയർച്ചകൾ കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നത് ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും ഇവൻ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ. ആമേൻ. നമുക്ക് ഇന്ന് ഒരു കീ സ്പോൺസറാണ് ആദ്യമായിട്ടുള്ളത്. വി ഹാവ് സിസ്റ്റർ അനു ആൻഡ് ബ്രദർ ജെയിൻ ഫ്രം UK. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ കപ്പിളിനെ ഞങ്ങൾക്കറിയാം, UK ചെല്ലുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ഇന്ന് സിസ്റ്റർ അനുവിൻ്റെ ജെയിൻ ബ്രദറിൻ്റെയും 9th വിവാഹ വാർഷികമാണ്. വാവ്, കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ നെക്സ്റ്റ് വെഡിങ് ആനിവേഴ്സറി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ അവർ പറയുന്ന ദൈവം അവരുടെ ലൈഫിൽ ചെയ്ത സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, ഇനിയും ഇവരുടെ ഫാമിലി ലൈഫിൽ കർത്താവ് ഇത് സ്വീറ്റ്നെസ് അത് വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലൈഫിൽ കർത്താവ് കൂടുതൽ അനുഗ്രഹങ്ങൾ, ഗ്ലോറി ടു ഗ്ലോറി, സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്, ഫേവർ ടു ഫേവർ, കർത്താവെ ഇത് വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരട്ടെ. കർത്താവ് ചില വാതിലുകൾ ഇവരുടെ ലൈഫിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ദേശത്തും ഇന്ത്യയിലും രണ്ടിലും കർത്താവെ അങ്ങ് അനുഗ്രഹങ്ങളുടെ സോഴ്സുകൾ തുറക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ നമുക്ക് ഇടുക്കിയിൽ നിന്നൊരു കോ സ്പോൺസർ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വെൽവിഷറാണ്. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വെൽവിഷറിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു ജോലി കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകൻ ശ്രീധറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു. ഇവർക്ക് ലഭിക്കുവാനുള്ള പണം തിരികെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല അനുഗ്രഹങ്ങളും ഇവർ നോക്കി കൽപ്പിച്ച സകല അനുഗ്രഹങ്ങളും ഇവരുടെ ലൈഫിൽ അതുപോലെ തന്നെ നടക്കട്ടെ. കർത്താവെ, വലിയ ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് സ്പോൺസർ ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്കും സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. കർത്താവ് നിങ്ങൾക്ക് അതിന് ചെയ്യാനുള്ള പ്രാപ്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അത് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഓർപ്പിച്ചോട്ടെ, നമുക്ക് ഗ്ലോ 2025 നമ്മുടെ വിമൻസ് കോൺഫറൻസ് അധികം വൈകാതെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ നടക്കുകയാണ്. സോ ഗെറ്റ് റെഡി. ചില ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. നവംബർ 14th and 15th നമുക്കറിയാം ജീസസ് കോൾസ് മിനിസ്ട്രിയിൽ നിന്ന് സിസ്റ്റർ ഇവാഞ്ചലിൻ പോൾ ദിനകരൻ, ഷീസ് എൻ അമേസിംഗ് മൈറ്റി വുമൺ ഓഫ് ഗോഡ്. അപ്പോൾ തന്നെ നമ്മുടെ ഓൺ പാസ്റ്റർ ഷമാ ലാമിയൻ, പാസ്റ്റർ മോനിക സജ്വാൻ ഫ്രം ഡൽഹി, പാസ്റ്റർ റീബ ഫ്രം ദി UK, ഡോക്ടർ സനിറ്റ ഫ്രം ദി US, ലോകരാജ്യങ്ങളിൽ നിന്നുള്ള അനേകം ദേവദാസികൾ വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. സോ അതിലേക്ക് വെൽക്കം ടു ഇസ് ഗോയിങ് ടു ബി എൻ ഹിസ്റ്റോറിക് ഇവൻറ്റ്. സോ അതിലേക്ക് എല്ലാ സിസ്റ്റേഴ്സും വന്ന് ചേരുക, നേരിട്ട് വരിക. കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ഒരു വെളിച്ചം കർത്താവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഐ മീൻ യു ആർ ഗോയിങ് ടു ഗ്ലോ ദിസ് ഇയർ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഒരു സംഭവം ഞാനിങ്ങനെയാണ് കേട്ടിരിക്കുന്ന. ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, വിശ്വാസിയാണ്, ഭയങ്കര വിശ്വാസി, ഉറക്കെ പ്രാർത്ഥിക്കുന്ന സ്ത്രീ. ചില സ്ത്രീകൾ അങ്ങനെയല്ല, ഉറക്കെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വരാന്തയിലേക്ക് ഇറങ്ങി നിന്ന ഒരു ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, എന്നെ നടത്തിയതിനായി നന്ദി, കർത്താവ് എന്നെ പരിപാലിച്ചതിനായി നന്ദി. എല്ലാ ദിവസവും വരാന്തയിൽ ഇറങ്ങി കൈകൾ ഉയർത്തി സ്തുതിക്കുന്നൊരു വിശ്വാസിനിയായൊരു സ്ത്രീ. അല്പം പ്രായമുണ്ട്. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യൻ നിരീശ്വരവാദിയാണ്. ആ മനുഷ്യനാണ് ഇത് കേട്ടിട്ട് അങ്ങ് ദേഷ്യം വരികയാണ്. ദൈവമില്ല, പിന്നെ എന്തിനു ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് പുലമ്പുന്നേ? അപ്പം ആ മനുഷ്യൻ കുറച്ച് നാൾ സഹിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എപ്പോഴെല്ലാം ഇവർ പുറത്തേക്ക് ഇറങ്ങിയ ദൈവത്തെ സ്തുതിക്കും, ഈ മനുഷ്യൻ നിരീശ്വരവാദി കൈ ഉയർത്തിട്ട് പറയും, ദൈവമില്ല, ദൈവമില്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഉറക്കെ വിളിച്ച് പറയും. ഒരു ദിവസം ഈ സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ, വരാന്തയിലേക്ക് ഇറങ്ങി നിന്നിട്ട് കർത്താവിനെ സ്തുതിച്ചതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, കർത്താവ് എനിക്ക് വിശക്കുന്നു, കിച്ചണിൽ ഒന്നുമില്ല, എന്തെങ്കിലും കർത്താവേ എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ അവിടെ നിന്ന് അത് കേട്ടു. അപ്പോൾ
ഇയാൾ വിചാരിച്ചു ഈ സ്ത്രീ ഇനിയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം, ദൈവമില്ലെന്നുള്ളത് തെളിയിക്കണം. ഈ സ്ത്രീ അങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ ഈ മനുഷ്യൻ ചെയ്തതോ, ഈ സ്ത്രീ അകത്തേക്ക് കയറിപ്പോയ ഉടൻ തന്നെ അദ്ദേഹം കാറെടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി 2 വലിയ ബാഗ് നിറയെ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, എന്തൊക്കെയാണോ ആവശ്യം ഇതെല്ലാം മേടിച്ചുകൊണ്ടുവന്ന് പതുക്കെ ഗേറ്റ് തുറന്ന് ഈ സ്ത്രീയുടെ ഫ്രണ്ട് ഡോറിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പൊക്കളഞ്ഞു, കാണാതെ. ഈ പിറ്റേ ദിവസം ഈ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ 2 വലിയ ബാഗിൽ ഭക്ഷണ സാധനങ്ങൾ ഇരിക്കുന്നു. ഈ സ്ത്രീക്ക് പിന്നെ കൺട്രോളൊക്കെ പോയത്. തുള്ളിച്ചാടി അവർ പറയും, ദൈവം താങ്ക് യു ജീസസ്, കർത്താവേ എൻ്റെ പ്രാർത്ഥന നീ കേട്ട് എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് തന്നല്ലോ. ഈ മനുഷ്യർ ഒറ്റച്ചാട്ടം പുറത്തേക്ക് ചാടി വരാന്തയിൽ നിന്നിട്ട് പറഞ്ഞു, ഹലോ ഹലോ, ദൈവമല്ല ഞാനാ കൊണ്ടെന്ന് വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ കിടന്ന് ഉറക്കെ അട്ടഹസിക്കാൻ തുടങ്ങി. ഈ സ്ത്രീ വിട്ടില്ല. ഈ സ്ത്രീ പറഞ്ഞ, കർത്താവേ എനിക്ക് നീ ഇതെല്ലാം തരിക മാത്രമല്ല, പിശാചിനെ കൊണ്ട് അതിൻ്റെ പൈസ നീ കൊടുപ്പിക്കുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ചില സമയത്ത് പലപ്പോഴും നമ്മുടെ ശത്രുക്കളെ കൊണ്ടുപോലും നമുക്കുള്ളത് കർത്താവ് തരും. 6ാമത്തേത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേജർ വേസ് ഗോഡ് പ്രൊവൈഡ്സ് ഫോർ അസ്. നമുക്ക് വേണ്ടി കർത്താവ് കരുതുന്ന 6 മേജർ വേസിൽ അവസാനത്തേതാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. ആദ്യത്തേത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നേച്ചർ ആൻഡ് ക്രിയേഷൻ, അല്ലേ? ദൈവം ഓൾറെഡി ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. 2ാമത്തേത് നമ്മുടെ തന്നെ വർക്ക്, ജോലി, ബിസിനസ്, ശുശ്രൂഷ, അത്. പിന്നെ അതേഴ്സ്, മറ്റു വ്യക്തികളിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നമ്മൾ കണ്ടു. 4ാമതായി നമ്മൾ കണ്ടു സൂപ്പർ നാച്ചുറൽ മിറക്കിൾസിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുപോലെ 5ാമതായി നമ്മൾ കണ്ടു വേർഡ് ആൻഡ് പ്രോമിസസ്, ദൈവത്തിൻ്റെ വചനവും വാഗ്ദത്തങ്ങളും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു സപ്ലൈ ലൈനുണ്ട്. അവസാനത്തേത് കണ്ട് ത്രൂ എനിമീസ്, ഗോഡ് പ്രൊവൈഡ്സ് ത്രൂ അവർ എനിമീസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Proverbs 13 and verse number 22, സദൃശവാക്യങ്ങൾ 13:22 കാണുന്നത്, the wealth of the sinner is stored up for the righteous. ദുഷ്ടൻ്റെ സമ്പത്ത് നീതിമാന് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നു. ദുഷ്ടന്മാർ എന്ന്, അതായത് അവിശ്വാസികളായ ദുഷ്ടത പ്രവർത്തിച്ച പൈസ മുഴുവൻ കൂട്ടിവെച്ചിരിക്കുന്ന ദുഷ്ടൻ്റെ സമ്പത്ത് ആർക്കുള്ളതാണെന്നറിയാമോ? നീതിമാന്മാരുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. അതാണ് ആ സ്ത്രീയുടെ കാര്യത്തിൽ സംഭവിച്ചത്. സോ ഗോഡ്, യു പ്രൊവൈഡഡ് ഫോർ മീ ആൻഡ് യു മേഡ് ദ ഡെവിൾ പേ ഫോർ ഇറ്റ്. ഇതാണ് ആ സ്ത്രീ പറഞ്ഞത്. കർത്താവേ, നീ എനിക്ക് വേണ്ടി ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുക മാത്രമല്ല, പിശാചിനെ കൊണ്ട് ബില്ല് പേ ചെയ്യിച്ചല്ലോ എന്ന് ആ സ്ത്രീ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. നൗ when opposition becomes God's delivery channel, നമ്മുടെ എതിർപ്പുകളെ ദൈവത്തിന് നമുക്ക് ഡെലിവറി ചാനലുകളാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ 23-ാം സംഗീതത്തിന് 5-ാമത്തെ വചനം എല്ലാവർക്കും അറിയാം. യു പ്രിപ്പയർ എ ടേബിൾ ബിഫോർ മീ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ്. എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശ ഒരുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശ ഒരുക്കുന്നു. ഇത് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. God doesn't always remove your enemies. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? കർത്താവ് എൻ്റെ ശത്രുക്കളെ മൊത്തം ഇവിടെ നിന്ന് നീക്കണേ, ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലോട്ട് വിടണമേ, ആഫ്രിക്കയിലേക്ക് പറഞ്ഞു വിടണമേ, ചൊവ്വയിലേക്ക് പറഞ്ഞു വിടണമേ, വേറെ പ്ലാനറ്റുകളിലേക്ക് പറഞ്ഞു വിടണമേ. എനിക്ക് ഈ ശത്രുക്കളെ മുഴുവൻ നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ കളയാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്ന് കാണുന്ന മിസ്രൈമിനെ നീ ഒരിക്കലും കാണുകയില്ല. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ചില സമയത്ത് സംടൈംസ് ഹി ബ്ലെസ്സസ് യു റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ എനിമീസ്. ശത്രുക്കളുടെ കൺമുമ്പിലായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ശത്രുക്കളെ അവിടെ വെച്ചേക്കും. ഇത് കണ്ടിട്ടേ ശത്രുക്കൾ നശിക്കുള്ളൂ. അപ്പോൾ the same stage they built for your downfall becomes the platform for your promotion. നിങ്ങളുടെ നാശത്തിന് വേണ്ടി, നിങ്ങളുടെ വീഴ്ചയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയ അതേ സ്റ്റേജ്, അതേ രംഗം
ദൈവം നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി മാറ്റും. വിശ്വാസം ഉണ്ടെങ്കിൽ കൈകളടിച്ചൊക്കെ ഉറക്കെ ദൈവത്തെ സ്തുതിച്ചു. ഏതായാലും ഈ സന്ദേശ പരമ്പര ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. Now, the presence of enemies is often a proof that a table is being prepared. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ശത്രുക്കൾ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അവിടെ മേശ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. എൻ്റെ ശത്രു തീർന്നിട്ടില്ലല്ലോ. ശത്രു ഇത് കണ്ടിട്ട് വേണം തീരാൻ. നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ നന്മ, നിങ്ങൾക്ക് വരുന്ന സമൃദ്ധി കണ്ടിട്ടേ ശത്രുവിനെ ദൈവം മാറ്റുകയുള്ളൂ. ആരോടൊക്കെയോ ശക്തമായി കർത്താവ് പറയുന്നുണ്ടല്ലോ, വിഷമിച്ചിരിക്കുന്ന സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, ശത്രുക്കളെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? മേശ ഒരുങ്ങി തീർന്നിട്ടില്ല. മേശ ഒരുങ്ങി തീരുമ്പോൾ അത് കാണും. ഇനി God turns adversity into advantage. ദൈവത്തിൻ്റെ പ്രത്യേകത എതിർപ്പുകളെ, എതിരാളികളെ ഒക്കെ നിങ്ങൾക്കൊരു നേട്ടമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. സോ ഇത് പറയാൻ കാരണം God is so sovereign that He can transform hostility into help and conflict into contribution. ദൈവം സകലം ഉൾട്ടാതിരിക്കാൻ ശക്തിയുള്ളവനാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ചെയ്യുന്നത് എതിർപ്പുകളെ നിങ്ങൾക്കൊരു സഹായഹസ്തമാക്കി മാറ്റും. കൂടാതെ വലിയ ചില പ്രശ്നങ്ങളെ, കോൺഫ്ലിക്റ്റുകളെയൊക്കെ നിങ്ങൾക്കൊരു കോൺട്രിബ്യൂഷൻ തരാനുള്ള ഒരു കാരണമാക്കി മാറ്റും. ഇതിന് കാരണം ഗോഡ് ഡസ് നോട്ട് വേസ്റ്റ് എനി ഓപ്പോസിഷൻ. നമുക്കെതിരെ വരുന്ന എതിർപ്പുകളെ കർത്താവ് പാഴാക്കില്ല. അതിൽ നിന്നും ഒരു അഡ്വാൻറ്റേജ് എടുക്കുക, അതിൽ നിന്നും ഒരു നന്മയുണ്ടാകാൻ, നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും. സോ ഹി കൺവേർട്ട്സ് ഇറ്റ് ഇൻ ടു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ കർത്താവ് അതിനെന്താക്കി മാറ്റും? നല്ല ചില അവസരങ്ങളാക്കി മാറ്റും. Psalm 41 verse number 9 ഒന്ന് വായിച്ച് നോക്കാം. സങ്കീർത്തനം 41:9. ഈവൻ മൈ ക്ലോസ് ഫ്രണ്ട്, someone I trusted, one who shared my bread has turned against me. അവിടെ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സഖി, ഞാൻ വിശ്വസിച്ച ആൾ, ഞാൻ ആശ്രയിച്ച ആൾ, അപ്പം പങ്കുവെച്ച ആൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ആളെന്ന് എനിക്കെതിരെ തിരിഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ ശത്രുക്കൾ തിരിയാം. യേശു കർത്താവിൻ്റെ കാര്യത്തിൽ കൂടെ സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കണം. എന്നാലും God used Judas' betrayal to fulfill redemption's purpose. യൂദാ ചെയ്ത ഈ വലിയ വഞ്ചന, ഒറ്റിക്കൊടുക്കൽ, അതിനെ വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി കർത്താവ് തിരിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. നമുക്കിതെല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ വലിയ പാടാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. So God doesn't need your enemies to like you. He only needs them to play their role. ശത്രുക്കൾ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അവരവരുടെ പങ്ക് വഹിക്കുന്നു. എന്തിനു വേണ്ടി? നിൻ്റെ ഭാവിക്ക് വേണ്ടി, നിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി, നിൻ്റെ വിടുതലിന് വേണ്ടി, നിനക്ക് ഉള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി. ഇനി ഈ ഫറവോൻ്റെ കാര്യത്തിൽ ഒന്ന് ഓർത്ത് നോക്കുക. ഇത് വളരെ രസകരമാണ്. 430 വർഷം അടിമ വേല ചെയ്തു, ശമ്പളം കിട്ടിയില്ല. എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. അപ്പോൾ ഒത്തിരി കാശ് ആവശ്യമാണ്. അതായത് ഇസ്രായേൽ മക്കൾക്ക് ഇത്രയും 30 ലക്ഷം ആളുകൾക്ക് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് എവിടെ വരെ പോകണം? വാഗ്ദത്ത നാട്ടിൽ കനാൻ വരെ ഇത്രയും ആളുകളെ കൊണ്ടുപോകാനുള്ള ലോജിസ്റ്റിക്സ്, അതിനുള്ള യാത്രാ ചെലവ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കണം. അതിനിടയിൽ സമാഗമന കൂടാരം പണിയണം, അതിനുള്ള സ്വർണത്തിൻ്റെ പണികൾ, രത്നത്തിൻ്റെ പണികൾ, ഒത്തിരി കാര്യങ്ങളൊക്കെ ഇടയിൽ കിടപ്പുണ്ട്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ശത്രുക്കളെ കൊണ്ട് ഈ എക്സോഡസ് അങ്ങ് ഫണ്ട് ചെയ്യിപ്പിച്ചു. In other words, the Pharaoh and the Egyptians funded for the entire journey of the people of Israel. ഇസ്രായേൽ ജനത്തിൻ്റെ മൊത്തം യാത്രാ ചെലവ് ഫണ്ട് ചെയ്തതാരാ? അതിലുള്ള പണം മുടക്കിയത് ആരാണെന്നറിയാമോ? ഫറവോൻ. ഇപ്പോൾ ഈ തീവ്രവാദികൾക്ക് ഫണ്ട് ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട്, ചില ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നൊക്കെ പറയും. അവർക്ക് തോക്ക് മേടിച്ചു കൊടുക്കുന്നവർക്ക് അത് ഇതിൻ്റെയൊക്കെ പുറകിൽ ഫണ്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറയും. അതുപോലെ ദൈവജനത്തെ ഫണ്ട് ചെയ്യാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ആരെയെന്നറിയാമോ? അവരുടെ ശത്രുക്കളെ. Exodus 12:35 and 36 എന്ന് വായിച്ചു നോക്കി. പുറപ്പാട് പുസ്തകം 12:35-36. The Israelites did as Moses instructed
and asked the Egyptians of articles of silver and gold and for clothing. The Lord had made the Egyptians favorably disposed toward the people, and they gave them what they asked for. So they plundered the Egyptians. അന്ന് രാത്രി അവിടെ നടന്ന സംഭവം എനിമി ഫണ്ടഡ് ട്രിപ്പായിരുന്നു. അത് ശത്രുക്കളാണ് ഫണ്ട് ചെയ്തത് മൊത്തം ചെലവും. So God turned Israel's oppressors into providers. ഇസ്രായേൽ മക്കൾ അതുവരെ പീഡിപ്പിച്ച പീഡകന്മാരെ, ടാസ്ക് മാസ്റ്റേഴ്സിനെ അവർക്ക് വേണ്ടി നൽകുന്നവരാക്കി കർത്താവ് മാറ്റി. ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നു, നിങ്ങൾക്കെതിരെ ഇതുവരെ നിന്ന ശത്രുക്കളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ചില ചെലവുകൾ വഹിക്കത്തക്ക രീതിയിൽ കർത്താവ് ചിലത് ഉൾട്ടാതിരിക്കാൻ പോയി കൈകളടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്ന് അങ്ങ് ആരാധിച്ചു, പ്രാർത്ഥിച്ചു, എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. സംതിങ് ഹ്യൂജ് ഈസ് ഹാപ്പനിങ് ടുഡേ. ഞാൻ വെറുതെ പറയല്ല, സുഖിപ്പിക്കാൻ വേണ്ടി പറയാണെന്ന് വിചാരിക്കരുത്. ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന ചിലരുടെ ലൈഫിൽ ഇതുവരെ ശത്രുക്കൾ ഒത്തിരി ചൂഷണം ചെയ്തു. നിനക്ക് അർഹതയുള്ളതും നീ അനുഭവിക്കേണ്ടതും മക്കൾ അനുഭവിക്കേണ്ടതും പിടിച്ചു വെച്ചു, അത് ചെയ്തു. പക്ഷേ അവരെ കൊണ്ട് തന്നെ നിൻ്റെ ജീവിതവും ഭാവിയും എല്ലാം ഫണ്ട് ചെയ്യിപ്പിക്കാൻ കർത്താവിന് സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രതികാരമുണ്ട്, മധുര പ്രതികാരമുണ്ട്. കർത്താവ് ചിലപ്പോൾ മധുര പ്രതികാരം ചെയ്തെന്നിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഈ സദൃശവാക്യങ്ങൾ 13:22 കണ്ടതുപോലെ ദ വെൽത്ത് ഓഫ് ദ വിക്കറ്റ് ഈസ് സ്റ്റോർഡ് അപ്പ് ഫോർ ദ റൈച്ചസ്. ഈ ദുഷ്ടന്മാരുടെ സമ്പത്ത് നീതിമാന്മാർക്ക് വേണ്ടി സ്റ്റോറപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഏലിയാവിന് കാക്ക ആഹാരം കൊണ്ടുവന്നു. കാക്ക ഒരു തരത്തിൽ പറഞ്ഞാൽ കാക്കയെ ആരും ഇണക്കിയൊന്നും, ഇപ്പോൾ ഈ പാരറ്റ്സ്, തത്തകൾ പോലെ ചിലതൊക്കെ ഇങ്ങനെ ലവ് ബേർഡ്സ് ഇങ്ങനെയുള്ളതൊക്കെ മനുഷ്യരുമായി ഇണങ്ങുന്നുണ്ട്. പക്ഷെ കാക്കകളൊന്നും കാക്കകൾ തട്ടിപ്പറിച്ച് അടുക്കളയിൽ വെച്ചിരിക്കുന്നതും പുറത്ത് വെച്ചിരിക്കുന്നതും ഉണക്കാൻ വെച്ചിരിക്കുന്നതും ഈ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പാണ്. പക്ഷേ ആ കാക്കകളെ കൊണ്ട് ആഹാരം കൊടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനതാ പറഞ്ഞത്, ഗോഡ് ക്യാൻ ടേൺ ഈ ശത്രുക്കളുടെ ബ്രെയിനിൽ അതിൻ്റെ കൺട്രോൾ കർത്താവ് അങ്ങ് ഏറ്റെടുക്കും. ചിന്തകൾ കർത്താവ് ഏറ്റെടുത്തിട്ട് അതങ്ങ് തിരിക്കും, അറിഞ്ഞും അറിയാതെ. അപ്പോഴും ശത്രുക്കൾ തന്നെയാണ്, അവർക്ക് ഇഷ്ടമൊന്നുമില്ല. ഇപ്പം ഫറവോൻ അതിന് ശേഷം ഇവരെ ചേസ് ചെയ്ത് പിടിച്ച് കൊല്ലാൻ വേണ്ടി വന്നല്ലേ, പിന്നെ കർത്താവ് അവരെ ആ ചെങ്കടലിൽ അങ്ങ് മുക്കിക്കളഞ്ഞു. അപ്പം ഈ കാക്കകളെ വരെ കർത്താവ് തൻ്റെ മക്കളെ പോറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ റേവൻസ് ആർ അൺക്ലീൻ സെൽഫിഷ് സ്കാവഞ്ചിങ് ബേർഡ്സ്. ശരിയല്ലേ? വളരെ അശുദ്ധിയുള്ള, സ്വാർത്ഥതയുള്ള, മോശം സാധനങ്ങളൊക്കെ തിന്നുന്ന ഒരു ജീവിയാണ്. നോട്ട് ഫ്രണ്ട്സ് ഓഫ് പ്രോഫറ്റ്സ്. പ്രവാചകന്മാരുടെ സഖികളോ സുഹൃത്തുക്കളോ അല്ലല്ലോ കാക്കകൾ. പക്ഷെ ദൈവം ആരെ കൊണ്ടാണ് തെറ്റിപ്പിച്ചത്? ഞാൻ വീണ്ടും വീണ്ടും പ്രവചിക്കുകയാണ് നിങ്ങളെ നോക്കി. നിങ്ങളെ എതിർക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന, നിങ്ങൾക്ക് പാര വെച്ച, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച, ഒറ്റിക്കൊടുത്ത, വഞ്ചിച്ച, നിങ്ങൾക്കെതിരെ ദൂഷണങ്ങൾ പരത്തിയ, നിങ്ങളെ വിമർശിച്ച ആളുകളെ കൊണ്ട് തന്നെ നിങ്ങളെ ചില പ്രോജക്റ്റുകൾ, നിങ്ങളുടെ ചില ജീവിതത്തെ, നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഫണ്ട് ചെയ്യിപ്പിക്കും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരല്പം വ്യക്തതയോടും ഉറപ്പോടും കൂടി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോണ്ട് റിജക്ട് ദ സപ്ലൈ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം ആൻ അൺലൈക്ലി സോഴ്സ്. സാധ്യതയില്ലാത്ത, നമുക്കിഷ്ടപ്പെടാത്ത ചിലരിലൂടെ വരുന്നു എന്നതുകൊണ്ട് ഈ സപ്ലൈ മുടങ്ങരുത്, സപ്ലൈ ബ്ലോക്ക് ചെയ്യരുത്. എനിക്കെങ്കിലും വേണ്ട. ഈ മിസ്രയീമ്യർ ഇത്രയും നമ്മളെ ദ്രോഹിച്ചു, അവരുടെ ആഭരണവും വേണ്ട, അവരുടെ രത്നവും വേണ്ട, കല്ലും വേണ്ട എന്ന് വിചാരിച്ചിട്ട് കിട്ടില്ല. ദൈവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ജോസഫിൻ്റെ സഹോദരി, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ്, എങ്കിലും വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. ഈ ജോസഫ്സ് ബ്രദേഴ്സ്, അവിടെ കാണുന്നത് ബിട്രയൽ ദാറ്റ് ബർത്ത് ഡെസ്റ്റിനി. അവരുടെ ബിട്രയലാണ് ഈ ജോസഫിന് വേണ്ടിയുള്ള, ജോസഫിൻ്റെ ജീവിത ലക്ഷ്യത്തെ ജനിപ്പിച്ചത്. ജെനസിസ് 50:20 എപ്പോഴും നമ്മൾ പറയാറുള്ള വാക്യമാണ്. യു ഇൻറ്റൻഡഡ് harm me, but God intended it for good to accomplish what is now being done, the saving of many lives. നിങ്ങളെനിക്ക് ദോഷം വരുത്താൻ ശ്രമിച്ചു, പക്ഷേ ദൈവം അതിന് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളിന്ന് കാണുന്നത് പോലെയൊക്കെ ആക്കി തീർത്തു എന്ന്
ജോസഫ് പറയുന്നു. അപ്പോൾ ജോസഫിൻ്റെ ബ്രദേഴ്സ് അവനെ വിറ്റു. യേശുവിനെ കാശെണ്ണി വിറ്റതുപോലെ തന്നെ ജോസഫിനെ ഒരു 20 വെള്ളിക്കാശിന് വിറ്റു. എന്നാൽ ആ ബിട്രയൽ അവർ ഒറ്റിക്കൊടുത്തു എന്ന് മാത്രമല്ല, വസ്ത്രം കാട്ടുമൃഗങ്ങളെ കൊന്ന് രക്തത്തിൽ മുക്കി അപ്പനെ പറ്റിച്ചു. ഈ ബിട്രയൽ ട്രാൻസ്പോർട്ടഡ് ഹിം ടു ദ ലാൻഡ് ഓഫ് ഹിസ് പ്രൊവിഷൻ. തനിക്കെല്ലാം കിട്ടുന്ന, തനിക്ക് ഒരു കാലത്ത് താൻ അവിടുത്തെ അധികാരിയും, അപ്പോൾ തന്നെ തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം 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 തനിക്ക് സപ്ലൈ കിട്ടുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്തു. ഏത് ഒരു വഞ്ചന. അപ്പോൾ ചിലരൊക്കെ നിങ്ങളെ ചതിച്ചു കഴിഞ്ഞാൽ ആ ചതിയിലൂടെ ആദ്യം വേദനയാണ്, കരച്ചിലാണെന്ന് പറഞ്ഞാലും ആത്യന്തികമായി കർത്താവ് എത്തിക്കേണ്ട ജീവിത ലക്ഷ്യത്തിൽ കൊണ്ടുപോയി എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അകത്തുള്ള കയ്പും, നമ്മൾ ആൾ ചതിച്ചു, ഇയാൾ ഇട്ടിട്ട് പോയി, അയാൾ അങ്ങനെ ചെയ്തു, ചിലപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ്സൊക്കെ ഉപേക്ഷിച്ച സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. എത്ര വേദനാജനകമാണ്, തീർച്ചയായിട്ടും വേദനാജനകം. പക്ഷേ അതിലൂടെ ദൈവം ജീവിതമൊന്നും നശിച്ചു പോകില്ല. കർത്താവിന് ഉപേക്ഷിക്കാൻ അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ദൈവം എത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചിരിക്കും. God uses the cruelty of men to position you for covenant assignment. എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ക്രൂരതയെ ദൈവിക ഉടമ്പടിയുടെ പ്രത്യേക നിയോഗത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോയി നിർത്തും. ഇവിടെ നടന്നതെല്ലാം വളരെ ക്രൂരമാണ്. സ്വന്തം സഹോദരങ്ങൾ, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ജ്യേഷ്ഠന്മാർ, ഒരു സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കേണ്ട ജ്യേഷ്ഠന്മാരാണ് അവനെ വിറ്റ് കളഞ്ഞത്. പൊട്ടക്കുഴിയിലിട്ടതും എടുത്ത വിലക്ക് വിറ്റതുമല്ല. പക്ഷേ ദൈവം അതിനെ കവനൻ്റ് അസൈൻമെൻറ്റിൽ കൊണ്ടുപോയി എത്തിച്ചില്ലേ? വേറൊരു ഉദാഹരണം പറയാം. അപ്പോസ്തലപ്രവൃത്തിയിൽ 28:5, അപ്പോസ്തലപ്രവൃത്തിയിൽ 29 അധ്യായം ഇല്ല, അവസാനത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനത്തിൽ Paul shook the snake off into the fire and suffered no ill effects. പത്രോസിൻ്റെ കയ്യിൽ ഒരു അണലി ചുറ്റി, വൈപ്പർ എന്ന് പറഞ്ഞാൽ മാരക വിഷമുള്ളത് ചുറ്റി, പക്ഷേ യാതൊരുവിധ കുഴപ്പമില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. അങ്ങനെ ചുറ്റിയെങ്കിലും വലിയൊരു, അപ്പോൾ ഓൺലുക്കേഴ്സ് അവിടെ നിന്ന് എന്താ പറഞ്ഞത്? കണ്ടോ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും എന്താണ് നീതിദേവിയോ അവനെ വെറുതെ വിടുന്നില്ല. ഈവൻ മഹാദുഷ്ടൻ, ഇവനൊരു ക്രിമിനലാണ്, ഇവൻ എന്തൊക്കെയോ കുരുത്തക്കേട് ചെയ്തവന് എന്ന് കമൻറ്റ് ചെയ്തു. അപ്പോഴാണ് ഈ സംഭവം. ആ അണലിയെ ആ തീയിലേക്ക് തന്നെ കുടഞ്ഞിട്ടപ്പോൾ അയ്യോ, അണലി ചുറ്റിയിട്ട് പോലും ഈ മനുഷ്യനൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവനൊരു ദേവനായിരിക്കും. അപ്പം എത്ര പെട്ടെന്നാണ് പബ്ലിക് ഒപ്പീനിയൻ മാറുന്നത്. അതാ പറഞ്ഞത്, പബ്ലിക് ഒപ്പീനിയൻ നോക്കി ജീവിക്കരുതെന്ന്. ഇന്ന് ഭരണകൂടത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ആരെങ്കിലുമൊക്കെ ആളുകൾ വോട്ടിട്ട് പൊതുജനാഭിപ്രായ പ്രകാരം ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു ഭൂരിപക്ഷം അനുസരിച്ച്. ഏതെങ്കിലും ഒരു സമയത്ത് പബ്ലിക് ഒപ്പീനിയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ നേരെ തിരിഞ്ഞ് അയാളെ താഴെ ഇറക്കും. ശരിയാണോ ഞാൻ പറയുന്നത്? ഇതുപോലെ പബ്ലിക് ഒപ്പീനിയൻ പലതും വരും, അത് നോക്കരുത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത്, ഈ അണലിയൊക്കെ കുഴപ്പമൊന്നുമില്ലാത്ത ഈ ദ്വീപിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി. അവിടെ സംഭവിക്കുന്ന ഫ്രം എനിമി അറ്റാക്ക് കെയിം ഇവാഞ്ചലിസ്റ്റിക് ഓപ്പർച്യൂണിറ്റി. ഈ ശത്രു തന്നെ പീഡിപ്പിക്കുമ്പോൾ അത് സുവിശേഷീകരണത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി ദൈവം മാറ്റിയില്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു ആപത്ത് വന്നാലും, ഒരു അപകടം വന്ന്, ഒരു പ്രശ്നം വന്നാലും അതിനെ സുവിശേഷീകരണത്തിൽ മറ്റുള്ളവർക്ക് കുറച്ച് വചനം പറയാനും ഒക്കെ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പലരോടും സുവിശേഷം അറിയിക്കാം, പ്രാർത്ഥിക്കാം. അയ്യോ കർത്താവിനെ ഉപേക്ഷിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നാൽ പോയി. ഇതാണ് ഞാൻ പറയുന്നത്. നൗ ഇതിലൂടെ സംഭവിച്ചെന്താണ്? ആ മാൾട്ട ദ്വീപിൽ ഉണർവുണ്ടായി. അവിടെ ഒത്തിരി പേര് ദൈവത്തെ അറിഞ്ഞു, ഹീലിങ്സും മിറക്കിൾസ് നടന്നു. ഞാൻ വിശ്വസിക്കുന്ന അവിടെ കുറേ സ്നാനങ്ങൾ നടന്നിട്ടുണ്ട്. റെക്കോർഡിൽ കാണുന്നില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഒത്തിരി പേര് സ്നാനപ്പെട്ട് കാണും. Now, when God is with you, even the attack that was meant to destroy you will advertise His glory. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഈ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്നൊരു വചനം റോമാലേഖനത്തിൽ കാണുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ, അനുകൂലമാണെങ്കിൽ, ഈ നിങ്ങളെ തകർക്കാൻ വേണ്ടി ശത്രു പദ്ധതിയിടുന്ന ആക്രമണങ്ങൾ പോലും എന്തായിത്തീരും?
ദൈവം മഹത്വത്തിനുള്ള പരസ്യമായിട്ട് മാറും. പ്രൈസ് ഗോഡ്. വേറൊരു ഉദാഹരണം പറയാം. വേണോ? ഒരെണ്ണോട് പറഞ്ഞോട്ടെ. ഈ ജെഹോഷഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ. അവിടെ 2 ദിനവൃത്താന്തം 20:25 2 Chronicles 20:25 നമ്മൾ കാണുന്നവൻ ജെഹോഷഫാത്ത് and his men went to carry off their plunder. They found among them a great amount of equipment and clothing and also articles of value, more than they could take away. അപ്പോൾ ഈ ജെഹോഷഫാത്തും കൂട്ടരും അവൻ്റെ എന്നേക്കുമുള്ളതൊക്കെ പറഞ്ഞ് പാടി ആരാഴ്ച സംഗീതത്തോടു കൂടിയൊക്കെ ഇങ്ങനെ പോയി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കൊണ്ട് ദൈവം അവരെ ചിതറിച്ചു, ശത്രുക്കളെ ചിതറിച്ചു. അവിടെ പറയുന്നത് അവർക്ക് മൊത്തം എടുത്തുകൊണ്ടുപോരാൻ പോലും പറ്റുന്നതിനപ്പുറത്തുള്ള വസ്ത്രങ്ങളും ഗോൾഡും സിൽവറും കൊള്ള, അതുപോലുള്ള കൊള്ള ഈ ശത്രുപാളയത്ത് നിന്ന് അവർക്ക് കിട്ടി. ചിന്തിച്ചു നോക്കി. ശത്രുക്കളിലൂടെ നന്മ കൊണ്ടുവരുന്ന, ശത്രുക്കളിലൂടെ അനുഗ്രഹിക്കുന്ന. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ശത്രുക്കളെ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചോളാൻ. ശത്രുക്കളെ വേണ്ടത്ര അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, കാരണം ഇത് ബൂമറാങ് പോലെ അനുഗ്രഹം തിരിച്ച് നിൻ്റെ കയ്യിൽ വരും. ഇപ്പോൾ കാര്യം പിടിയിട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ, അവരിലൂടെ തന്നെ ചില നന്മകൾ വരും. ശത്രുക്കൾ കാണുക മേശ വിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ച് അപേക്ഷിക്കുന്നത്. നിങ്ങളുടെ മുഖത്തോട്ട് കണ്ണിലോട്ട് കൈ ചൂണ്ടി ഞാൻ പറയുക, നിങ്ങൾക്കുള്ള ശത്രുക്കളിലൂടെ തന്നെ ചില അനുഗ്രഹങ്ങൾ, നന്മകൾ സപ്ലൈ വരാൻ കിടപ്പുണ്ട്. അതുകൊണ്ട് മൂഡ് ഓഫ് ആകണ്ട. ദൈവത്തിന് ഇപ്പോഴേ സ്തുതിച്ചു, വരാനിരിക്കുന്ന നന്മയോർത്ത് സ്തുതിച്ചു. അന്മേശ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ദാവീദിൻ്റെ കാര്യത്തിൽ പോലും വലിയൊരു ഗോലിയാത്തിനെ തനിക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ ആ ഗോലിയാത്തിലൂടെ, ആ ശത്രുവിലൂടെ തന്നെ തനിക്ക് നാഷണൽ ഫെയിം ഉണ്ടായി, തൻ്റെ വിവാഹം നടന്നു, തൻ്റെ ടാക്സ് ഫ്രീ ആയി കിട്ടി, ഒത്തിരി പ്രിവിലേജുകളുണ്ടായി. പിന്നീട് താൻ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്ന വഴികളെല്ലാം ഓപ്പൺ ഡോറുകളുണ്ടായി. ആരിലൂടെ? ശത്രുവിലൂടെ. കൈകളൊക്കെ ഒന്ന് അടിച്ച് കർത്താവെ നന്ദിയോടെ സ്തുതിച്ചേ. പ്രൈസ് ഗോഡ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. 6 വിവിധ രീതികളിലൂടെ കർത്താവിന് ദൈവത്തിൻ്റെ മക്കളെ പോറ്റാൻ പറ്റും. ഈ 6 ഉള്ളോ? അല്ലല്ല, മില്യൺസ് കാണും. ഞാൻ 6 എണ്ണം ഓരോ ദിവസത്തേക്ക് ഓരോന്ന് വെച്ചങ്ങ് തന്നേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. കൈ കൊണ്ട് നീട്ടാം. കർത്താവെ, ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ പറഞ്ഞ 6 രീതിയിലും അങ്ങ് സപ്ലൈ ചെയ്യുന്നതിനായി നന്ദി. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ബ്രെയിൻ്റെ അകത്ത് പ്രോബ്ലമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഈ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിവാഹം കഴിഞ്ഞു 8 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് ചിലത് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കൈ കൊണ്ട് നീട്ടിപ്പിടിച്ചു. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണേലും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വഴികളിലൂടെ എല്ലാം കർത്താവ് നിവൃത്തിയാക്കും. കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. അപ്പോൾ തന്നെ ഈ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ഏതോ ഒന്നിന് അഡ്മിഷൻ കിട്ടാതെ ഭാരപ്പെടുന്ന ആരെയോ കർത്താവ് കണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് ലഭിക്കും. അതിനുള്ള വഴികൾ കർത്താവ് തുറക്കുകയാണ്. താങ്ക് യു ജീസസ്. ആമേൻ. ഓക്കെ, ഈ ആഴ്ചത്തെ മൊത്തം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലും ആർക്കൈവ്സിൽ നിന്ന് അത് കണ്ടുപിടിച്ച് കാണുക. ഇതിൻ്റെ നോട്ട്സ് സൂക്ഷിച്ചു വയ്ക്കുക. ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. വചനങ്ങൾ ഒരിക്കലും പാഴാകയില്ല. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വചനങ്ങൾ ഇംപെരിഷബിൾ സീഡായി ഉണ്ടായിരിക്കും, നിലനിൽക്കും. സോ അടുത്ത ആഴ്ചയിൽ വീണ്ടും അടുത്ത ചിലതിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകും. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞായറാഴ്ച ബ്ലെസ്സിങ് സെൻറ്ററിൽ വരണം. അടുത്ത തിങ്കളാഴ്ച രാവിലെ നമുക്ക് വീണ്ടും കാണാം. ബൈ.